ഹലോ ഹായ്. അപ്പോൾ ഞാനേ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നത് എന്തിനാ അറിയോ? കുറേ ആൾക്കാർ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വളരെ സങ്കടപ്പെട്ട് സംസാരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ്, നോർമലി ഒരുപാട് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കമൻറ്റ്സിൽ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നത് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ തോന്നുന്നത്, കുറേ പേര് നീ എന്തിനാണ് വീട്ടിൽ നിന്ന് പോകുന്നത്, അവിടെ പെണ്ണായിട്ട് ജീവിച്ചാൽ പോരായിരുന്നോ, ഇങ്ങനെ മാറേണ്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് നല്ല വിഷമമായിട്ടുണ്ട്, ഉമ്മാക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടാവും, കുടുംബക്കാരെയും വീട്ടുകാരെയും എല്ലാവരും നാണം കെടുത്തി, ഇങ്ങനെ പോകുന്നത് എന്തിനാണ്. അതുപോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്, മെസ്സേജ് അല്ല കമൻറ്റ്സ്. ഓക്കെ, എന്തിനാ അങ്ങനെ മാറിപ്പോകുന്നത്, പെണ്ണായിട്ട് ജീവിച്ചാൽ പോരായിരുന്നോ, അങ്ങനെ തന്നെ നന്നായിരുന്നാൽ പോലെ. പിന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് സുഖം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ കമൻറ്റ്സ് ഞാൻ കണ്ടു. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഒറ്റയടിക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ സംസാരിക്കാൻ വന്നത് മെയിനായിട്ട് ഒരു പെൺകുട്ടി, നിങ്ങളെ ഭാഷയിൽ ഞാൻ പെൺകുട്ടി ആയിരുന്നല്ലോ, ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് കേട്ടോ, ഒറ്റ ക്വസ്റ്റ്യൻ ഉത്തരം പറയണേ. ഒരു പെൺകുട്ടിക്ക്, സാധാരണ ഒരു പെൺകുട്ടി എടുക്കുക നിങ്ങൾ, ഒരു നോർമൽ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരു ദിവസം നേരം വെളുത്ത് പിറ്റേ ദിവസമാകുമ്പോൾ ആൺകുട്ടിയായിട്ട് തോന്നുമോ? നിങ്ങൾ പറ, ആൺകുട്ടിയായിട്ട് മാറണമെന്ന് തോന്നുമോ? അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ബിഹേവിയറിൽ ഒരു ആൺകുട്ടികളെ പോലെ ഉണ്ടാകുമോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ പറയണ്ടോ, എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാവുമോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ആവാൻ പറ്റുമെന്ന്? ഒരു ദിവസം നേരം വെളുക്കുമ്പോഴേക്കും പെൺകുട്ടി ആൺകുട്ടികളെ പോലെ പെരുമാറുന്നു, വസ്ത്രം ധരിക്കുന്നു, ആറ്റിറ്റ്യൂഡ്, നടത്തം, ഇരുത്തം, കിടത്തം ഒക്കെ എക്സെട്ര. ഓക്കെ, അങ്ങനെ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാൾ നിങ്ങൾ പറഞ്ഞു തരണം. അതായത് ഇന്ന് പെൺകുട്ടിയായി നിൽക്കുന്ന ആൾ ആണ് ഉദ്ദേശിച്ചത്, നാളെ മുതൽ രാവിലെ മുതൽ ആ കുട്ടിയുടെ ക്യാരക്ടർ മൊത്തം മാറുക എന്നൊരു സംഭവമുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇത് ഇമ്പോസിബിളാണെന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല. അങ്ങനെ ഫേക്കായിരിക്കും, അങ്ങനെയുള്ള ഫേക്കാണ്, നാടകമായിരിക്കും, അല്ലെങ്കിൽ ഫേക്ക്. അങ്ങനെ സംഭവമില്ല. ഓക്കെ, ഇന്ന് പെൺകുട്ടി നാളെ ആൺകുട്ടിയായിട്ട് നടക്കുന്ന സംഭവമില്ല. അവർ ഒന്നെങ്കിൽ നാടകം കളിക്കുക അല്ലെങ്കിൽ ഫേക്കായിരിക്കും. ഓക്കെ, ഇതാണോ നിങ്ങൾ ഇന്നെ ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ഇന്ന് പെൺകുട്ടിയായിട്ട്, അതായത് ഇപ്പോൾ കുറച്ച് കാലം പെൺകുട്ടിയായി ജീവിച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ആണായിട്ട് മാറിയ ഒരാളായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ആണോ? എന്നാൽ ഞാൻ പറയാം, അങ്ങനെയല്ല. ഓക്കെ, അപ്പം ഈ കമൻ്റ് ഇട്ട ആൾക്കാർക്കൊന്നും ആക്ച്വലി ഇവിടെ എന്തായിരുന്നു ഞാൻ എന്നുള്ള കാര്യം കറക്റ്റ് അറിഞ്ഞുകൂടാ. അതായത് ഞാൻ എങ്ങനെ വന്നു, എങ്ങനെ ആയി, അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, എൻ്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് അറിയുമെങ്കിൽ കൂടി അവർ കുറേ ആൾക്കാർക്ക് അറിയാം കേട്ടോ. അതിൻ്റെ റിയാലിറ്റി എൻ്റെ ഫാമിലിക്ക് നന്നായിട്ട് അറിയാം, അതിനുള്ള പ്രൂഫൊക്കെ അവരുടെ കയ്യിലുണ്ട്. എൻ്റെ ഫാമിലിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എനിക്ക് ഡയറക്റ്റ് എഴുതുന്ന സ്വഭാവം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ബുക്കിലൊക്കെ എഴുതി വെക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്, 10ാം ക്ലാസ്, 9ാം ക്ലാസ്, 8ാം ക്ലാസ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓലെ കയ്യിലുണ്ട്, തെളിവുകളൊക്കെ ഓലെ കയ്യിലുണ്ട്. അതൊക്കെ ഓൽക്ക് അറിയാം. ഓക്കെ, അറിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവണ്ട എന്നുള്ളൊരു കാര്യമാണ്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ആവണ്ട എന്ന് പറയാനുള്ള കാരണം, സമൂഹത്തിനെ പേടിച്ചിട്ട്, മതത്തിനെ പേടിച്ചിട്ട്, അല്ലേ? കുറേ കാര്യങ്ങളുണ്ട് അതിന്, അതാണ് കാര്യം, അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള റിയാലിറ്റി അവർക്കറിയാം, എനിക്കങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ ജീവിച്ചാൽ പോരായിരുന്നു. ഞാൻ ഇപ്പം എന്തിനാ ഇത്രയും റിസ്ക് എടുത്ത്, ഇത്രയും ഇടങ്ങാറായി, ഇത്രയും ബുദ്ധിമുട്ടി, എല്ലാവരും വെറുപ്പിച്ച്, നിങ്ങളെ ഭാഷയിൽ എല്ലാവരും വെറുപ്പിച്ച്, ഇത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായി ജീവിച്ചത്, ഇത്രയും വേദന സൈസാണ് ഇത്രയും ചെയ്ത് എന്തിനാ എൻ്റെ ആവേണ്ട ആവശ്യം? എനിക്ക് അങ്ങനെ പെൺകുട്ടിയായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു. സുഖമായിട്ട് ഒരുത്തനും കെട്ടിയിട്ട് 4 പെറ്റും 4 പെറ്റിട്ട്, അല്ലെങ്കിൽ ഭാഷയിൽ ഞാൻ ജീവിച്ചാൽ പോരായിരുന്നു. ഞാൻ എന്തിനാ പിന്നെ മാറി? നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. നിങ്ങളാണ് ഉത്തരം പറയുന്നത്, ഞാനല്ല. നിങ്ങളാണ് ഉത്തരം പറഞ്ഞത്. ആക്ച്വലി ഇവിടെ മനസ്സിലാക്കാത്ത കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ എന്നെ കാണുന്നത്, കുറേ ആൾക്കാർ ചോദ്യമുണ്ട്, പണ്ട് പെണ്ണായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബോഡി കൊണ്ട് പെണ്ണായിരുന്നു എന്ന് ഞാൻ പറയും. പക്ഷെ എൻ്റെ സ്വഭാവം, ഒരു പെൺകുട്ടിയായാലും എൻ്റെ സ്വഭാവം പക്ക ആയിട്ടുള്ള പോലെയായിരുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത് അതേപോലെയായിരുന്നു എൻ്റെ പെരുമാറ്റം, അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ്. രൂപം മാത്രം പെണ്ണിൻ്റെത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? അങ്ങനെ നിൽക്കുന്ന ഒരാളടുത്ത് നീ എന്തിന് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അങ്ങനെ മനസ്സ് വേറെയും ശരീരം വേറെയും പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് മെയിൻ കാരണങ്ങൾ. ഉള്ളത് പറയാലോ, പലതിനോട് നമുക്ക് അങ്ങോട്ട് വെറുപ്പ് തോന്നിപ്പോവാണ്, പറ്റുന്നില്ല, പലതും ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ചിലപ്പോൾ നമ്മളെ വസ്ത്രം, മെയിനായിട്ട് വസ്ത്രത്തിനോടായിരുന്നു ആദ്യത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. വസ്ത്രം ഇഷ്ടപ്പെടുന്നില്ല,
ചുരിദാറോ സെൽവാറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. മനസ്സിന് ഇഷ്ടമല്ലാത്ത സംഭവം ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് പറഞ്ഞു തരണം. നമുക്ക് എന്താ തോന്നുക എന്നുള്ളത്. ഡിപ്രഷൻ തോന്നാം, സ്ട്രെസ്സ് തോന്നാം, തലവേദന തോന്നാം, പല പല കാരണങ്ങളുണ്ടാവും. അത് വസ്ത്രത്തിനോട്, ചെരുപ്പിനോട്, പിന്നെന്താ നമ്മൾ ഓരോന്നും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനോടൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഇഷ്ടമില്ലാതായി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇഷ്ടമില്ലാതെ നമ്മുടെ ലൈഫ് ഇഷ്ടമില്ലാതായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ജീവിതം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നത് മാനസികമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് ഞാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങളാണ് ഉത്തരം വേണം, ഞാനല്ലോ. അപ്പോൾ നിങ്ങൾ പറയും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഒക്കെ കുറേ കഴിഞ്ഞാണ് ഞാൻ കേട്ടോ. നിങ്ങൾ പറഞ്ഞ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എന്നെ കുറേ കൊണ്ടുപോയതാണ്, അത് വേറെ കാര്യം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്? ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണോ? അല്ലെങ്കിൽ കുറേ കൗൺസിലിംഗ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ആവണം, നിങ്ങൾ പെണ്ണാണ്, നീ ശരീരം കൊണ്ട് പെണ്ണാണ്, അതുകൊണ്ട് നീ മനസ്സുകൊണ്ട് പെണ്ണാവണം ഇങ്ങനെ ഊതി തന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞു തന്നെ, നിങ്ങളാണ് ഇതിന് ഉത്തരമാണ് എപ്പോഴും പറയുന്നത്. കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ആണും പെണ്ണുമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായിരുന്നു എനിക്ക് വേറൊരു കൗൺസിലർ തന്നെ കേട്ടോ. സെക്സ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുത്തൻ, ഒരു ഡോക്ടർ, ഒരു കൗൺസിലർ. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? കുറേ ഇങ്ങനെ ഊതി തന്നുകൊണ്ട്, നമുക്ക് ചെവിയിൽ ഇങ്ങനെ ഊതി തന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് അത്രേ ഉള്ളൂ, അത് വിടുക, അത്രേ ഉള്ളൂ. പക്ഷെ കുറേ തലവേദന നമുക്ക് ഉണ്ടാവും കേട്ടോ, അതൊക്കെ കാര്യം. നീ ഇങ്ങനെ നടക്കണം, നീ അങ്ങനെ നടക്കണം, നീ ഒരു പെണ്ണാണ്, ജനിച്ചത് പെണ്ണായിട്ടാണ്, ജീവിക്കുന്നത് പെണ്ണായിട്ടായിരിക്കണം, നിനക്ക് തോന്നുന്ന കാര്യങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊതി തരിക. ഞാൻ ചോദിക്കട്ടെ, ഒരു തോന്നൽ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു തരണം. ഒരു തോന്നൽ നമുക്കിപ്പോൾ തോന്നുകയാണ്, എനിക്കിപ്പം ഒരു ഫോൺ വാങ്ങണം സപ്പോസ്, അല്ലെങ്കിൽ എനിക്കിപ്പം ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്കിപ്പം അവിടെ പോകണം, കുറേ കാര്യങ്ങൾ എക്സാമ്പിൾ പറയുകയാണ്. ഇതൊക്കെ നമുക്ക് ഒരു സമയത്തുണ്ടാകുന്ന തോന്നൽ മാത്രമാണ് അല്ലേ. അതിന് സമയമുണ്ട്, ഒരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് നമ്മളോട് സ്കിപ്പ് ചെയ്യും. ചിലത് നമ്മൾ സക്സസ് ആക്കുകയും ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ളത് അല്ലേ. ആ തോന്നൽ നമുക്കൊന്നും തോന്നും, എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെ തോന്നും, കുറേ കാര്യങ്ങൾ തോന്നും. ഈ തോന്നലും ഈ ജെൻഡറും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓക്കെ, തോന്നൽ വേറെയാണ്, ഇത് വേറെയാണ്. ഇത് എന്താണോ ഞാൻ, എന്താണ് എൻ്റെ ബിഹേവിയർ, എന്താണ് എൻ്റെ ക്യാരക്ടർ, എന്താണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്, അത് ഇന്ന പ്രായം മുതൽ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഞാൻ. അതെനിക്ക് ഒരിക്കലും ഒരു ഇതായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെയാണ് നീ പെണ്ണായി ജനിച്ചല്ലേ, അപ്പോൾ എനിക്ക് പെണ്ണായി ജീവിച്ചാൽ പോരെ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങളെക്കാളും കൂടുതൽ ഞാൻ ട്രൈ ചെയ്തിട്ട് നീ പെണ്ണായി ജീവിച്ചാൽ പോരെ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് മുമ്പേ ഞാൻ ഇതിനെ ട്രൈ ചെയ്ത ആളാണ്. അതായത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്തെ ഒന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ എന്തൊരു പരീക്ഷ നോക്കുമല്ലോ, നമുക്ക് മാറാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട്. മാക്സിമം എൻ്റെ അപ്പുറം ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഞാൻ ചെയ്യുമ്പോഴേ ഞാനൊരു പെണ്ണായിട്ട് ഇങ്ങനെ സംഘടിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഞാൻ പെണ്ണാണ്, ഞാൻ പക്ഷേ ശരീരം കൊണ്ട് പെണ്ണാണല്ലോ അന്ന് ഞാൻ പെണ്ണാണ്, ഞാൻ ഇപ്പോൾ ഇതിനെ ആണായിട്ട് ചിന്തിക്കണത്, ഞാൻ പെണ്ണല്ലേ, എനിക്കെല്ലാം ഉണ്ട്, പെണ്ണിൻ്റെ എല്ലാം ഉണ്ട്, ഞാൻ പെണ്ണാണ്, ഞാൻ ഇപ്പോൾ ഇതിനെങ്ങനെ മാറി ചിന്തിക്കണേ, ഞാൻ ഇതിനെ ആൺകുട്ടിനെ ലൈൻ അടിക്കാം, ഒരു ആൺകുട്ടിനെ നോക്കാം, ഇഷ്ടപ്പെടാം, ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടെ മേക്കപ്പ് ഇട്ട് നടക്കട്ടെ, ഞാൻ കുറച്ചും കൂടെ മുടിയൊക്കെ സെറ്റാക്കി ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ പെണ്ണുകളെ പോയിട്ട് അങ്ങനെ രീതി ഞാൻ നോക്കിയിട്ടുണ്ട്, ഇല്ല എന്നല്ല, നോക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ നോക്കി. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സമയം കഴിഞ്ഞപ്പോഴേ, അതായത് അങ്ങനെ നോക്കി ആ സമയം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങനെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കണം, അയ്യോ ഇത് ഞാനല്ല, സംതിങ് എന്തോ പ്രശ്നം പറ്റുന്നുണ്ട് എനിക്ക്, ഇത് ഞാനല്ല, ഞാൻ അങ്ങനെ അല്ലല്ലോ, എനിക്കത് അതായത് അതിങ്ങനെ അഭിനയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അത് ഞാൻ ആക്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, അത് ഈ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്, സ്വന്തം ദേഷ്യം, ഞാനിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണത്, ഇത് ഞാനല്ലല്ലോ, അങ്ങനെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഫീൽ ചെയ്യും എനിക്ക്. അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതിന് ഇഷ്ടപ്പെടുന്നില്ല ആ സംഭവം. അപ്പം അതുകൊണ്ടും കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന് കാരണങ്ങൾ. ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ കാരണം എന്താ അറിയോ, ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു തരില്ല കേട്ടോ ആരും, ഡീപ്പായിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞു തരില്ല. എല്ലാവരും ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തരുള്ളൂ, ജെൻഡർ എന്താ സെക്സ് എന്താണെന്നൊക്കെ പറഞ്ഞു തരുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു മനുഷ്യർക്ക് ഒരു വീഡിയോയും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഞാനല്ലാതെ. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു തരണം. ഏത് ട്രാൻസ്ജെൻഡർ വന്നിട്ട് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്ന് പറഞ്ഞു നിങ്ങൾ, ഞാനല്ലാതെ. ഞാനാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞു തരുന്നത്. കാരണം ഇങ്ങനെ പറഞ്ഞാലെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. കാരണം ചില ആൾക്കാരുടെ തലയിൽ നമ്മൾ എത്ര ഓതി കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല, ഓൽക്ക് അതുകൊണ്ട് തലി കയറില്ല, അതാണ്. എസ്പെഷ്യലി നമ്മളെ മുസ്ലിം ആൾക്കാർക്ക് കേട്ടോ, ഓൽക്ക് നമ്മൾ എത്ര ഓതി കൊടുത്താലും ഇനിയിപ്പം എത്ര അങ്ങനെ തെളിവ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും ഓൾ അംഗീകരിക്കില്ല. അതാണ് കാരണം. എന്താ വെച്ചാൽ അങ്ങനെ സംഭവം ഇല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. കാരണം പറഞ്ഞ് എന്ന് മനസ്സിലാക്കി തരാറ് ഈ സംഭവം വളരെ ബുദ്ധിമുട്ടാണ് ഒരാൾക്ക്. കാരണം ഇതിൻ്റെ സംഭവങ്ങൾ കിടക്കുന്നത് വേറെ തലങ്ങളിലാണ്. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്.
ഇതിന് പക്കയായിട്ട് ഒരാൾക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഒരു ഡോക്ടറും സാധിച്ചിട്ടില്ല. ഇങ്ങനെയാണെന്നുള്ളത് ഒരാൾക്ക് പിക്ചറൈസ് ചെയ്ത് അതുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവമാണത്. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുമായിരുന്നു. പിന്നെ മനസ്സിലാവും കുറേ ആൾക്കാർക്ക്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഒരു പ്രായം മുതലേ ഇങ്ങനത്തെ ആളുകളെ കണ്ടു വന്ന ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഓരോ ക്യാരക്ടർ കണ്ട് അല്ലാത്തവർക്ക് ഇത് എത്ര ഒതുക്കി കൊടുത്തിട്ട് ഓരോ തലി കയറൂല. ഓക്കെ, അതാണ് സംഭവം. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് വന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം നേരിടുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. കാരണം ആ കാര്യത്തിലാണ് ഇപ്പോഴും ഞാൻ വിഷമിക്കുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ മാറിയതോട് എനിക്ക് ഒരു വിഷമവുമില്ല. ഒരാളാരോ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, നാളെ മുതൽ എനിക്ക് പെണ്ണായി മാറണമെന്ന് തോന്നിയാലോ, അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഈ നിമിഷം വരെ ഞാൻ പെണ്ണായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ 34 വയസ്സായി. 13-14 വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ ഹോർമോൺ, അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ, ഹോർമോൺ ചേഞ്ചും അതുപോലെ തന്നെ നമുക്കൊരു പ്രായപൂർത്തിയാവുന്ന സ്റ്റേജ്, അന്ന് മുതൽ ഫീൽ ചെയ്ത സംഭവം ഇന്ന് വരെ അത് ഉണ്ട്. ഇതുവരെ എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം, എങ്ങനെയാണ് എനിക്ക് നാളെ മുതൽ ഒരു മാറ്റം വരിക? നാളെ മുതൽ എനിക്ക് പെട്ടെന്ന് അങ്ങ് മാറുമോ, ഞാൻ പെണ്ണായിട്ട് ഫീൽ ചെയ്യുമോ? അങ്ങനെ ഫീൽ ചെയ്യുന്ന സംഭവമല്ല അത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അത് നാടകമാണ്, ഫേക്കാണ്. അങ്ങനെ ഫീൽ ചെയ്യുന്ന സംഭവം ഇത് നാളെ മുതൽ പെട്ടെന്ന് തോന്നുന്ന സംഭവമല്ല കേട്ടോ. ആരെ ചോദിച്ചതിൻ്റെ അടുത്ത് എനിക്കങ്ങനെ തോന്നുമെന്ന്. അപ്പോൾ ഒരു പ്രായപൂർത്തിയാവുന്ന സമയം ഉണ്ടാവും, ആണിനായാലും പെണ്ണിനായാലും. ആ സമയം മുതലായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ചിലർ പറയും 4 വയസ്സ് തുടങ്ങി 5 വയസ്സ് തുടങ്ങി, പക്ക ഫേക്കാണ്. കാരണം എന്താ വെച്ചാൽ 4 വയസ്സിലും 5 വയസ്സിലും ഒരു കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ എന്താണെന്നുള്ള കാര്യം. ആ കുട്ടിക്ക് ആണോ പെണ്ണോ, എൻ്റെ ജെൻഡറൊന്നും ആ കുട്ടിക്ക് അറിയൂല. അങ്ങനെ പറയണ കുറേ ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ അതൊക്കെ ഫേക്കാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരാൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴാണ് 13, 14, 15 വയസ്സാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റം വരിക, പ്രായപൂർത്തിയാവുക, ആണായാലും പെണ്ണായാലും. ആ സമയത്താണ് നമുക്ക് തോന്നുക, സെൽഫായിട്ട് തോന്നും. അതായത് പല പല മാറ്റങ്ങൾ നമ്മളെ മെൻ്റലി വരും, ഫിസിക്കലി വരും. ആ വരുന്ന മാറ്റം ഇതായിട്ട് ബന്ധമുണ്ട്, അത് മനസ്സിലാക്കുക. ആ സമയത്താണ് നമുക്ക് ജെൻഡർ നമ്മളെന്താണ് നമുക്ക് റിവീൽ ചെയ്യുക. ചിലർക്ക് പെൺകുട്ടികളെ നാണോ, അങ്ങനത്തെ കുറച്ച് ഷൈനസ് കുറേ സംഭവങ്ങൾ വരും അവർക്ക്. ആണാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരും. അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ചിലപ്പോൾ അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നും, പല രീതിയിലുള്ള അവരുടെ ക്യാരക്ടർ മാറും, കുറച്ച് ഇത് വരും, ആൺകുട്ടികളുടെ ആയിട്ടുള്ള ഒരു ഇത് വരും, അങ്ങനെ പല പല കാര്യങ്ങൾ വരും. പെൺകുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഷൈനസ് വരും, അവരുടെ ക്യാരക്ടറിൽ കുറേ മാറ്റങ്ങൾ വരും, അങ്ങനെ വരും. ഓക്കെ, ആ മാറ്റം വരുന്നത് 14, 13, 14, 15 വയസ്സിലാണ്. അല്ലാതെ 5 വയസ്സിലും 6 വയസ്സിലും തോന്നൂല. അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് പക്ക ഫേക്കാണ്. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് 5 വയസ്സ് തോന്നി, 6 വയസ്സ് തോന്നി, അതൊക്കെ പക്ക ഫേക്ക്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കുട്ടികൾക്ക് എന്ത് തോന്നാനാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ കുട്ടികൾക്ക് എന്ത് ഫീൽ ചെയ്യാനാണ്, ആണോ പെണ്ണോ ചോദിച്ചാൽ അവരെന്താ പറയുക? 5 വയസ്സ് നിങ്ങൾ കുട്ടികൾ ചോദിച്ചു നിങ്ങൾ ആണാണോ പെണ്ണാണോ, നിങ്ങൾ പറഞ്ഞില്ലേ പറയുള്ളൂ. ഒരിക്കലും അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. ഒരിക്കൽ നമ്മളെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതേ ഒരിക്കൽ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാറ്റം വരുന്ന സമയമുണ്ട്. ആ സമയം മുതൽ എനിക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച്, അത് എനിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം, ആ മാറ്റം വളരെ ഫാസ്റ്റായിട്ടല്ല, സ്ലോ ആയിട്ടാണ് എന്നെ ബാധിച്ചത്. സ്ലോ ആയിട്ടാണ് എന്നിൽ വന്നത്, ബാധിച്ചെന്നല്ല, റിഫ്ലക്റ്റ് ചെയ്തത്. ഓക്കെ, വേർഡ് മാറിപ്പോയി, റിഫ്ലക്റ്റ് ചെയ്തത്. ആ റിഫ്ലക്റ്റ് ചെയ്ത സംഭവം പതുക്കെ ഗ്രാജുവലി ഇങ്ങനെ വളർന്നു. എൻ്റെ ജെൻഡർ, അതായത് ഞാൻ സ്ത്രീയല്ല എന്നുള്ള ഫീലിംഗ് എൻ്റെ മനസ്സിലിങ്ങനെ വളർന്നു വന്നു. അത് അന്ന് മുതൽ എനിക്ക് ആൺകുട്ടികളോട് അട്രാക്ഷൻ ഇല്ല, പെൺകുട്ടികളോട് മാത്രമായിരുന്നു അട്രാക്ഷൻ തോന്നിയിരുന്നത്. സാധാരണ ഒരു പെൺകുട്ടിക്ക് തോന്നേണ്ടത് ആൺകുട്ടികളോടായിരുന്നു. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയത്. പല രീതിയിലുള്ള ഇഷ്ടങ്ങളോട് എനിക്ക് താല്പര്യങ്ങൾ, അതായത് പെൺകുട്ടികളുടെ പല ഇഷ്ടങ്ങളും എനിക്കില്ലായിരുന്നു. പല പെൺകുട്ടികൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവുമല്ലോ. എന്താ പറയുക, മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പെൺകുട്ടികളെ പോലെ നടക്കണം, അണിഞ്ഞു ഒരുങ്ങണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. അതൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറി, വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട്. വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ, വീട്ടിലും ഞാൻ ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിരുന്നു. അവർക്കറിയാം കാര്യങ്ങളൊക്കെ, ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് അഗ്രസീവ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കാതെ വന്ന സമയത്ത് അഗ്രസീവായി. അതിനൊക്കെ ഇപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഞാൻ അന്ന് അഗ്രസീവ് ആയത് എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ്, അല്ലാതെ എനിക്ക് അവരോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, സിറ്റുവേഷൻ കൊണ്ടാണ്. എനിക്ക് നല്ല വിഷമമുണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെ അഗ്രസീവായി. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും, എൻ്റെ അഗ്രസീവ്നെസ് കൂടി എനിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വീട് വിട്ടിറങ്ങിയത്. അല്ലാതെ ആരെയും വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഒന്നുമല്ല. അഗ്രസീവ്നെസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ
ഞാനെന്ന വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അംഗീകരിക്കുന്നുമില്ല, അല്ലെങ്കിൽ അതിനോട് ഒരു രീതിയിൽ ഒരു പെർസെൻറ്റേജ് പോലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരണം. ഞാൻ എന്ത് ചെയ്യണം? അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും, അത് ഉറപ്പോ. അത്രത്തോളം എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ പറയല്ലോ, ഇതൊന്നും ഞാൻ വിചാരിച്ച് നടത്തുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെ ആവണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യവും, സോറി വേർഡ്സിൽ ചിലപ്പം മിസ്റ്റേക്ക് വരാം. ഓക്കെ, അപ്പം ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ബൈ ദ വേ നടന്നു പോയ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോഴും എനിക്ക് സങ്കടം വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണ്. വീട്ടിലെ അവസ്ഥയും വീട്ടിലെ പ്രയാസങ്ങൾ ഓർത്തിട്ടുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ആയതിൻ്റെ ഒരു വിഷമം എനിക്കില്ല. ഇപ്പോഴും ഞാൻ സങ്കടപ്പെടുന്നത് വീട്ടുകാർ ഓർത്തിട്ട് മാത്രമാണ്. ഇത് വീട്ടുകാർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവരിപ്പോൾ അത് കേട്ട് കഴിഞ്ഞാലും അവർക്ക് വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല, നിങ്ങളത് വിചാരിക്കണ്ട. എനിക്കറിയാം ഉണ്ടാവില്ല എന്നുള്ളത്. പുച്ഛം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ കണ്ടാലും പുച്ഛം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പം എൻ്റെ കൂടെ പഠിച്ച സ്കൂളിലായാലും കോളേജിലായാലും പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം ആക്ച്വലി എൻ്റെ ഒരു ക്യാരക്ടർ. കാരണം അവരിത് എന്നെ കാണുന്നതാണ്, അന്ന് മുതൽ എന്നെ കാണുന്നതുകൊണ്ട് അവർക്ക് എൻ്റെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ മാറ്റം എന്നുള്ള കാര്യം അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ മാറ്റം അവർ വലിയ രീതിയിൽ അവർക്ക് പ്രശ്നമില്ല. കാരണം അവർക്ക് അറിയാം ഏകദേശം ഞാൻ ഇങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് അവരത് വലിയൊരു എനിക്ക് ഭൂരിപക്ഷം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് എന്നെ. ഓക്കെ, കാരണം അവർക്ക് അറിയാം, റിയാലിറ്റി അറിയാം. അതുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കണ്ടു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ അത് കണ്ടു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അവരുടെ ക്യാരക്ടറിനെ കണ്ട്. പിന്നെ ഒരിക്കലും ഒരു പെൺകുട്ടി, നോർമൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ആവില്ല കേട്ടോ, ഉള്ളത് പറയാലോ. നോർമൽ സാധാരണ നിങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടി, ജനിച്ചൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരു ഇതില്ലെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ആവില്ല. പ്രയാസത്തിലൂടെയും ഒരുപാട് വിഷമത്തിലൂടെയും കടന്നു പോയ ജീവിതമാണ് എൻ്റെത്. ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മളതൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ അതൊന്നും ആൾക്കാരില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. മനസ്സിലായോ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനായിട്ട് ഉണ്ടാക്കിയ സംഭവമല്ല അത്. ദൈവം തന്നു, ഞാൻ അനുഭവിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. പുറമേക്ക് നോക്കുമ്പം ഒരു കുഴപ്പമില്ല, അകത്തും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ മനസ്സിൽ വല്ലാത്ത വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോഴും എന്നുള്ള സങ്കടം എനിക്കത് മാത്രം. എന്നെ മനസ്സിലാക്കുന്നില്ല ആരും. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള വിഷമം ഒഴിച്ച് എനിക്ക് ഒരു സങ്കടം എനിക്കില്ല ലൈഫിൽ. ഞാൻ ചെയ്തതിന് സങ്കടമില്ല, ഞാൻ ചെയ്ത ഡിസിഷൻ കറക്റ്റായിരുന്നു. ഇൻ കേസ് ഞാൻ ഒറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ അതിനും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് 6 വർഷമായി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സിറ്റുവേഷനൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയാം. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഗതി കെട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാനാണ്. ഇത് എന്നെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാനത് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം നമ്മളിപ്പോൾ ഒരു ടൈം ട്രാവൽ ചെയ്യുമല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടൈം ട്രാവലൊക്കെ? അങ്ങനെ റിവേഴ്സായിട്ട് ഞാൻ ചിന്തിച്ച് നോക്കി. ഞാൻ അവിടെ നിന്ന് പോന്നിട്ടില്ല. ഒക്ടോബർ 10 2018 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക്. സമയം കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയുണ്ട്, കാരണം മറക്കാൻ പറ്റില്ല. അത്രയും സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു എനിക്കത്. ഞാൻ എൻ്റെ ഫാമിലിയെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്ന ദിവസമായിരുന്നു. അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സങ്കടമുള്ള ദിവസമാണ്. ഞാൻ ഇങ്ങനെ ആയതിൽ കൊണ്ടല്ല അത്, കാരണം വല്ലാത്തൊരു സങ്കടമുള്ള ദിവസമാണ്. നമുക്കത് മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നില്ല അതിനെക്കുറിച്ച്. അന്ന് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഞാനൊന്ന് തിങ്ക് ചെയ്തു കേട്ടോ. ഞാൻ ആ വീട്ടിൽ തന്നെ ഇരിക്കും. മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ വെളിയിലൊന്നും വിടത്തില്ല ഒന്നാമത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് പൊതുവേ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് പെൺകുട്ടികളെ വിടുക എന്ന് പറഞ്ഞാൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അന്ന് ഡിഗ്രി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കങ്ങനെ ജോലി സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഞാൻ ഇരുന്ന് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. എനിക്ക് 2 ബ്രദേഴ്സാണ്. അവർക്ക് അവരുടെ ലൈഫും കാര്യങ്ങളായിട്ട് അവർ പോകും. ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു ഏജ് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ ഒരു മാരേജിൽ എന്നെ ഫോഴ്സ് ചെയ്യും. ആ മാരേജ് ഞാൻ സമ്മതിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ മാനസിക നില എത്രത്തോളം പോകും എന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ കാരണം വേറെ ആളുടെ ലൈഫ്, എൻ്റെ മെൻറ്റാലിറ്റി എല്ലാം കൂടെ നശിക്കുകയാണ് ചെയ്യണത്. എനിക്ക് അവിടെ ചിലപ്പോൾ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല, അഭിനയിക്കാനും പറ്റിയെന്ന് വരില്ല, അഭിനയിച്ച് ജീവിക്കാനും പറ്റിയെന്ന് വരില്ല. എല്ലാം കൊണ്ട് ഞാൻ അവിടെ തകർന്ന് പരിപ്പാകും. ഇവിടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ബ്രദറിന് ദേഷ്യം ഉണ്ടാവും.
രണ്ട് ബ്രദേഴ്സിന് ദേഷ്യം ഉണ്ടാവും, വാപ്പയ്ക്ക് ദേഷ്യം ഉണ്ടാവും, ഉമ്മാക്ക് ദേഷ്യം ഉണ്ടാവും, കുടുംബക്കാർക്ക് ദേഷ്യം ഉണ്ടാവും. ഇവർ എത്ര കാലം വെച്ചിട്ട് എന്നെ കല്യാണം കഴിപ്പിക്കാതെ വീട്ടിലിരുത്തും? മാക്സിമം പോയാൽ ഒരു 3-4 വർഷം. കാരണം എനിക്ക് പ്രായം കൂടി വരികയാണ്. കുറച്ച് കാലമല്ലേ ഇപ്പോൾ കല്യാണം കഴിക്കുക. അതിങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ഒരു കാര്യമില്ല. വാപ്പ നോക്കുമെന്ന് പറഞ്ഞാൽ വാപ്പേൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം തന്നെയാണ്. വാപ്പ എന്നെ എത്ര കാലം നോക്കും നിങ്ങൾ പറഞ്ഞു തരണം. വാപ്പനോട് സ്നേഹം കൊണ്ട് പറഞ്ഞാണ്, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ചിന്തിച്ച വാപ്പ എത്ര കാലം നോക്കും? വാപ്പൻ്റെ കാലം കഴിഞ്ഞാൽ, വാപ്പയുടെ ഉമ്മയുടെ കാലം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യനാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. ഞാൻ അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടി, നിങ്ങൾ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് എന്തിനാണ് പോകുന്നതെന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നാൽ പോലെ ഇനിയൊന്നും. അങ്ങനെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അവിടെ തന്നെ നിൽക്കുള്ളൂ. മലപ്പുറമാണ് സ്ഥലം, അത് മുസ്ലിം മുജാഹിദ് ഫാമിലി. അവിടെ തന്നെ കുത്തിരിക്കുള്ളൂ, ഒടുക്കും പോവില്ല. ഈ ബ്രദേഴ്സിൻ്റെ ദേഷ്യവും അവരുടെ ഇത് ഞാൻ കാണേണ്ടി വരും. അവരെ അതൊക്കെ എൻ്റെ അടുത്ത് എടുക്കുകയും ചെയ്യും. എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല, എവിടെയും പോകാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ പറഞ്ഞ പോലെ ഇവരെ കാലം കഴിയുമ്പോൾ നമ്മളൊരു ചവറായിട്ട് അവിടെ നിൽക്കേണ്ടി വരും. ചവറെന്ന് പറയാലോ, അത് അവരടിമയായിട്ട് നിൽക്കുക എന്ന് പറയും. ആ ലൈഫിൽ ഞാൻ നിൽക്കുകയായിരുന്നെങ്കിൽ അതാണ് സംഭവിക്കുക. അതായത് ഞാനിപ്പം ഇങ്ങനെ ആവാതെ, ഇപ്പം ഇങ്ങനെ മാറിയല്ലോ, ഇങ്ങനെ മാറാതെ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവം ഉണ്ട്, ഞാൻ ആണാണ്. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇവരെ കളിയാക്കൽ, പരിഹാസം, കുത്തുവാക്കുകൾ, ഇതുപോലെ തന്നെ പലതും സഹിച്ച് ഞാൻ അവിടെ ജീവിക്കണമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയാണ്. അത് തന്നെ നടക്കുകയുള്ളൂ. കാരണം ഞാനിത് അനുഭവിച്ചതാണ് ഇതിന് മുമ്പ്. ഞാനപ്പോൾ ഇതിന് മുമ്പ് വീട്ടിലല്ലേ, ആ സമയത്ത് പോലും എനിക്ക് പല ഇതിൽ പരിഹാസങ്ങളും കുത്തുവാക്കും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ സഹോദരന്മാരുടെ അടുത്തുനിന്ന്, വീട്ടിലത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, വേറെ ഒന്നും ഉണ്ടല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഒരാളെ കുറ്റം പറയുന്നതിന് മുമ്പ്. ഇവിടെ ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഞാൻ എന്നോ കഴിച്ചിലായിനി, എനിക്ക് സമാധാനം കിട്ടീനി, ഒന്ന് ഉറങ്ങാൻ പറ്റീനി. ഇപ്പോൾ ഉറങ്ങാൻ പോലും പറ്റണില്ല. സങ്കടമാണ്, ഭയങ്കര സങ്കടമാണ്. ഈ പറഞ്ഞ് ഞാൻ ചിരിച്ച് വർത്താനം പറയുന്നുണ്ടെന്ന് ഉള്ളു, നല്ല സങ്കടമുണ്ട്. ഇത് എൻ്റെ കാര്യം കേട്ടോ. കുറേ ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാരുണ്ട്, വരെ കഥ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ കുറേ കളിക്കുന്ന ആൾക്കാരുണ്ട്, ഫേക്ക് കളിക്കുന്ന ആൾക്കാരുണ്ട്, സത്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, വേറെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. ഈ കാറ്റഗറിയിൽ പല ടീംസ് ആൾക്കാരുണ്ട്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഇവിടെ ഒരു നാടകമില്ല, ഒരു അഭിനയമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ പറയുന്നത്. എനിക്കിതിൽ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ. ഇന്നറിയുന്ന ആൾക്കാർ ഉണ്ട്, ഓൽക്കും കറക്റ്റായിട്ട് എൻ്റെ കാര്യം അറിയാം. ഓക്കെ, എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഇതുപോലെ അനുഭവിച്ചു വന്നാന്ന് ഞാൻ പറയില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ കഥ എങ്ങനെയാണ്? സഫർ ചെയ്യാവുന്നതിൽ അപ്പുറം ഞാൻ സഫർ ചെയ്തു തന്നെ പറയാം. ഞാൻ സഫർ ചെയ്തു. ഒരാളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഷൈനെ ഇതുപോലെ ഇപ്പോൾ സംഭവിച്ച പോലെ റിവേഴ്സിലോട്ട് പോവുക, നമ്മൾ ട്രെയിൻ ട്രാവൽ, വീണ്ടും റിവേഴ്സിലോട്ട് പോയിട്ട് തിരിച്ച് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഞാൻ പറ്റൂല എന്നേ പറയുള്ളൂ. കാരണം എന്നെക്കൊണ്ട് കഴിയൂല. കാരണം ഞാൻ ലൈഫിൽ സഫർ ചെയ്തെടുത്തോളം ഇനി പോയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇതേപോലെ നമ്മൾ പറയില്ല റിവിഷൻ ചെയ്യാന്ന് പറയും, റിവിഷൻ നടക്കൂല, ഇനി നടക്കൂല. കാരണം അത്രത്തോളം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ലൈഫിൽ. ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല, ഇനി നടക്കൂല, എന്നെക്കൊണ്ട് നടക്കൂല. ഇത് എങ്ങനെയോ എന്തോ എൻ്റെ മൈൻഡിൻ്റെ പവർ തന്നെ പറയാം, അല്ലെങ്കിൽ എന്തോ ദൈവത്തിൻ്റെ ഇത്, അതും പറയാം. ദൈവത്തിൻ്റെ ഇത്, എൻ്റെ മൈൻഡിൻ്റെ പവർ എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സത്യമായിട്ടും നമ്മൾ ഇതുവരെ പോകുന്നത്. പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ, ബുദ്ധിമുട്ടുകളൊന്നും അതായത് വേറെ പ്രശ്നമൊന്നുമില്ലാതെ. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരും ഇല്ലാത്തതിന് ദൈവമുണ്ട് എന്നുള്ള കാര്യം. അത് പടച്ചോനായാലും യേശുക്രിസ്തു ആണെങ്കിലും ഗണപതി ആയാലും കൃഷ്ണനായാലും ശിവനായാലും ആരാണെങ്കിലും ആരും ഇല്ലാത്തതിന് ദൈവമുണ്ട്. ഇത്രയും കാലം എൻ്റെ കൂടെ ദൈവമുണ്ട്, ഉണ്ടായിട്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കാരണം എന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഒരാളെങ്കിലും മനസ്സിലാക്കാനുണ്ടല്ലോ, ആ വിശ്വാസം എനിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ആയിട്ട് വന്നതാണ്. എല്ലാം സത്യമാണ്, എല്ലാ കാര്യങ്ങളും സത്യമാണ്. ഒരുപാട് സ്ട്രഗിളിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഒരു കള്ളത്തിനും ഉണ്ടായിട്ടില്ല, ഒരു കള്ളത്തിനും ഞാൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും. ഞാൻ ഫേക്ക് ആയിരുന്നെങ്കിൽ, ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഇവിടെ എത്തത്തില്ല. ഞാൻ എവിടെയെങ്കിലും ബ്രേക്കായി പോകുമായിരുന്നു. അതാണ്, ദൈവം നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ലാതെ ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ആ വിശ്വാസം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എത്രത്തോളം നമ്മൾ നിരീശ്വരവാദിയാണ്, മറിച്ചാണെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പവർ നമുക്കുണ്ട്. ഓക്കെ, കൂടുതലൊന്നും എനിക്ക് പറയാമല്ലോ ഗൈസ്, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഓക്കെ,
പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടു എന്നെ കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടി മാറിയതാ തോന്നില്ല, ആൺകുട്ടി ശരിക്കും ആൺകുട്ടി തന്നെയാണ്. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ കാര്യം തന്നെ പറയാണ്. ഇതിലിപ്പോൾ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഹോർമോൺസ് സർജറിയൊക്കെ ചെയ്ത് മാറി, അപ്പോൾ അതനുസരിച്ച് മാറ്റം നമുക്കുണ്ടാവും ബോഡി രൂപത്തിൽ. സ്വഭാവം അന്നും ഇന്നും ഇത് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, സ്കൂളൊന്നും പറയല്ല,